ഹായ് ഹലോ ദിസ് മിസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുഞ്ഞിലത്തെ എൻ്റെ മുടി എന്ന് പറയുന്നത് നല്ല ടെക്സ്ചറുള്ള മുടിയായിരുന്നു, നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. അതിൽ നിന്ന് പിന്നെ ചകിരി മുടി പോലെ ആയിട്ട് പിന്നെ അതിനെ ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ലെവലിന് മോയ്സ്ചറൊക്കെ ഉള്ള നല്ല മുടിയൊക്കെ നല്ല പാടുപെട്ടായിരുന്നു. ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുടി ഇപ്പോൾ എന്ത് ടെക്സ്ചർ ആയിക്കോട്ടെ, നല്ല മോശം ടെക്സ്ചറിലാണ് ഇരിക്കണമെങ്കിൽ ഒരു വിഷയമില്ല. നമുക്കൊരു 2-3 മാസം നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആക്കി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ചകിരി മുടിയുള്ള ആൾക്കാരുടെ വിഷമം. കാരണം ഒരു സമയത്ത് എൻ്റെ നല്ല ചകിരി മുടിയായിരുന്നു, പോരാത്തതിന് അത്രയും സ്പ്ലിറ്റൻസും നല്ല പൊട്ടിപ്പോകലും കാര്യമൊക്കെയാണ്. ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലോ അങ്ങനെ പൊട്ടിപ്പോകേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് ഹെൽപ്പ് ചെയ്തത് വളരെ കുറച്ച് ടിപ്സ് മാത്രമാണ്. ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഈ ഹെയർ ഓയിലിംഗ് മെത്തേഡാണ്. മുന്നേ തൊട്ടേ ഞാൻ കാച്ചി എണ്ണയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടിയുടെ റൂട്ടിൽ നിന്നല്ല വളരുന്നത്. അപ്പം അവിടെ മാത്രം ഈ കാച്ചി എണ്ണ തേച്ചാൽ മതി, അപ്പം നന്നായിട്ട് വളർന്നോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടെയാണ്, മുടിക്ക് കണ്ടീഷനിങ്ങും ആവശ്യമാണ്. അതുകൊണ്ട് തുമ്പറ്റത്തുനിന്ന് തേച്ച് തുടങ്ങിയിട്ട് റൂട്ടിലോട്ട് കൊണ്ടുപോകണേണ് ഹെയർ ഓയിലിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്. അതിന് ശേഷം തന്നെ എൻ്റെ മുടി നന്നായിട്ട് മാറി. ഞാൻ ഈ ഒരു ഇടയ്ക്കാണ് മുടി വെട്ടിയതും. മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഹെയർ ഓയിലിങ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. തുമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ തുമ്പിൽ നന്നായിട്ട് എണ്ണ പിടിച്ച് നല്ല മോയ്സ്ചറൈസ് ആയിട്ടൊക്കെ കിടക്കും. ഇത് കാരണം എൻ്റെ മുടിക്ക് വന്ന നല്ല ടെക്സ്ചറിൻ്റെ വ്യത്യാസവും നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ റോസ്മേരി ഓയിലിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ടെക്സ്ചർ ബോറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഓയിലിംഗ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഷാമ്പു റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഷാമ്പു ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ ഷാമ്പു ചെയ്താൽ നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിയും, ഉറപ്പാണ്. ഓയിലിംഗ് ചെയ്താൽ ഡാൻഡ്രഫ് ഒന്നും വരത്തില്ല എന്ന് ഉറപ്പുള്ളവർ ഓയിലിംഗ് തന്നെ ചെയ്യുക. അതാണ് മുടി വളരാനും ഏറ്റവും നല്ലത്. പിന്നെ നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ നല്ലൊരു സെറവും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. പിന്നെ ഈ ഓയിൽ ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസം തുമ്പിൽ മാത്രം പുരട്ടുക, തലയോട്ടിയിൽ പുരട്ടേണ്ട. അടുത്ത ദിവസം നമ്മൾ തലയോട്ടിയിലും തുമ്പിലും കൂടെ പുരട്ടി കൊടുക്കുക. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം തലയോട്ടിയിൽ നമ്മൾ എണ്ണ എത്തിച്ചാൽ മാത്രം മതി. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ മാറ്റാനുള്ള ഏറ്റവും വലിയ മെത്തേഡാണ് ഈ ഹെയർ മസാജിങ്. ഞാൻ എൻ്റെ എല്ലാ ഹെയർ മാസ്ക് വീഡിയോയിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹെയർ മസാജ് ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും ഞാൻ വിടാറില്ല. കാരണം ഈ ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് വളരും. നന്നായിട്ട് വളരും. പെട്ടെന്ന് നീളത്തിന് വളരും. അങ്ങനെ നീളത്തിന് വളരുന്ന സമയത്ത് നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ പിന്നെയും താഴെ പോകും. അപ്പം നമുക്കത് വെട്ടിക്കൊടുക്കാൻ എളുപ്പമായിരിക്കും. എത്രത്തോളം പെട്ടെന്ന് മുടി നീളം വയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് മുടി വെട്ടിക്കളയാൻ പറ്റും. അന്നേരം ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഹെയർ മസാജിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവേർഷൻ മെത്തേഡ് മറന്നു കളയരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിൽ വേണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ. അല്ലാണ്ട് മുടി കിടന്ന് ഇങ്ങനെ ചൊറിയല്ല വേണ്ടത്. നമ്മുടെ തലയോട്ടി നന്നായിട്ട് കുലുങ്ങണം. മുടിയിൽ ഉടക്ക വരാത്ത രീതിക്ക് തലയോട്ടി ഇതുപോലെ നന്നായിട്ട് കിടന്ന് കുലുങ്ങണം. അതാണ് കറക്റ്റ് മസാജിങ്ങിൻ്റെ മെത്തേഡ്. ഹെയർ മസാജിങ്ങിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവയ്ക്കാൻ മതി. എല്ലാ മസാജും കൊണ്ട് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർത്താൽ മതി. അതിൽ കൂടുതൽ സമയമൊന്നും നമ്മൾ മുടിയിലോട്ട് എടുക്കണ്ട. മസാജ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഉണ്ട കെട്ടി ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേനും നമ്മൾ ഇത്രയും നേരം മസാജ് ചെയ്ത ഒരു ഹീറ്റ് ഉണ്ടല്ലോ, ഒരു ചെറിയ ഹീറ്റ്, അപ്പോൾ അത് മുടിയിൽ തങ്ങി നിന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഹെയർ സ്പാ എഫക്റ്റ് തന്നെ കിട്ടും. ഇത് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ മുടി ഇങ്ങനെ 2 മിനിറ്റ് മാത്രം ഉണ്ട കെട്ടി വെച്ചിരുന്നാൽ മതി. എൻ്റെ മുടി ഡാമേജ്ഡ് ആയി പോകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയോ? ഞാൻ ഒരിക്കലും അറിഞ്ഞൂടാത്ത രീതിയിലാണ് ഈ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ സ്പ്രേ ഒക്കെ അടിക്കണമായിരുന്നു. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതൊന്നും ഇല്ലാതെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഹീറ്റ് മുടിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക. ഒരിക്കലും അത് ചെയ്യരുത്. മുടി നന്നായിട്ട് ഡാമേജ് ആകും. പിന്നെ അടുത്ത ടിപ്പാണ് ഈ ഒരു സാറ്റിൻ പില്ലോ കവർ. ഇത് എല്ലാവരും പറയുന്ന കേട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തത്. എനിക്ക് മുടി പൊട്ടലുണ്ടായിരുന്നു ഈ ഹീറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടേ. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് പൊട്ടലൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ പൊട്ടലേ ഇല്ല എനിക്ക്. ഹെയർ നന്നായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ സാറ്റിൻ പില്ലോ കവർ ഉപയോഗിച്ചിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പിൻ്റെ അറ്റം നല്ല സോഫ്റ്റ് ആയിരിക്കണം. നല്ല കൂർത്ത മുനയൊക്കെ ആണെങ്കിൽ നമ്മുടെ റൂട്ടൊക്കെ ഡാമേജ് ആയി പോവും. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ചീപ്പ് തന്നെ എന്തായാലും ഉപയോഗിക്കണം. ഈ ഉണ്ട കെട്ടി വെച്ചിങ്ങനെ മുടിയൊക്കെ 2 മിനിറ്റ് കഴിഞ്ഞ് അവുത്ത് കളയുമ്പോഴത്തേനും നമുക്ക് നെറ്റിയിൽ അവിടെ നന്നായിട്ടൊരു തണുപ്പ് എഫക്റ്റ് കിട്ടും. നന്നായിട്ട് കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതിനർത്ഥം ഇത് വർക്കിംഗ് ആയി എന്നാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു തണുപ്പ് എഫക്റ്റ് കിട്ടുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എന്താണ് ആ ഒരു എഫക്റ്റ് എന്ന്.
പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ഡാമേജ് ആവാനുള്ള കാരണവേ ഈ ഹീറ്റിംഗ് മാത്രമല്ല കേട്ടോ. ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഫാഷൻ കാണിച്ച് മുടിയൊക്കെ പിരുത്തിട്ടുകൊണ്ട് നടന്നതിൻ്റെ ഫലമാണ്. ഞാനന്ന് ദൂരെ പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് മുടി കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിപ്പോയി. അതുവരേക്കും നമ്മൾ 2 സൈഡ് പിന്നിയൊക്കെ ഇട്ടാണല്ലോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറി പിരുത്തിട്ട് നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മുടി അത്രയും പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 1.5 വർഷം ഞാൻ നന്നായിട്ട് ഹെയർ കെയറും ഡെയിലി ഹെയർ മാസ്കും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മുടി നന്നായിട്ട് നീളം വെച്ച് ഞെരുക്കം വെച്ചത്. അപ്പോഴും മുടിയുടെ ലുക്ക് ഹെൽത്തി ഒന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഡാമേജ്ഡ് ആയിട്ടുള്ള മുടി നല്ല നീളത്തിന് തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ റോസ്മേരി ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് തുമ്പറ്റത്തുനിന്നേ ഓയിലിങ് ചെയ്ത് അങ്ങനത്തെ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ മുടി നല്ല ഹെൽത്തി ആയത്. തുമ്പും സ്പ്ലിറ്റൻസും ഒന്നും ഇല്ലാതെ നല്ല രസത്തിന് കിടക്കുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹെയർ കെയറിങ്ങും ഹെയർ ഡാമേജ് ടിപ്സും ഒക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.